മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചുകൾ അടക്കി ഭരിക്കുന്ന ആ വലിയ സ്റ്റാർഡംസ് ആരാണ്? അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള വലിയ തെറ്റുകൾ കൺമുന്നിൽ കണ്ടിട്ടും അത് കാണാത്ത പോലെ അഭിനയിച്ച് റിയൽ ലൈഫിൽ അഭിനയിച്ച് നിൽക്കുന്ന ആ വലിയ സ്റ്റാർഡംസ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാം തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന ആ വലിയ സ്റ്റാർഡംസ് ആരാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഇത് ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കി നിർത്തിയേക്കാണ്. കാര്യം ഇത് ആര് എന്നുള്ളതൊന്നും ഇപ്പോഴും നമുക്കറിയത്തില്ല, പുറത്തോട്ട് വിട്ടിട്ടില്ല. ഇപ്പം ഒരു പോസ്റ്റ് ഞാൻ കൊടുക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് WCCക്ക് അഭിപ്രായമില്ല, സ്വകാര്യത മാനിക്കപ്പെടണം രേവതി. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ സിനിമാക്കാരുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തു. പക്ഷേ ഇത് ഞങ്ങളെപ്പോലുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെയും ഞങ്ങൾ അടയ്ക്കുന്ന പൈസയുടെ ടാക്സിൽ നിന്നും പിടിച്ച് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. മാത്രമല്ല നിങ്ങളെപ്പോലുള്ള എല്ലാ നടന്മാരെയും പൊക്കി വിട്ടിട്ടുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ഓരോ പ്രേക്ഷകരുമാണ്. ഓക്കെ, പിന്നെ ഇതിനകത്താണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തിലകൻ സാറാണെങ്കിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയാണെങ്കിൽ എല്ലാവരും കല്ലേറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം ഞാനിത് കുറേ നാളുകൾക്ക് മുന്നേ എൻ്റെ ചാനലിലൂടെ ഞാൻ ഈ ഒരു തിലകൻ സാറിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പല ആളുകളും എന്നെ തെറി വിളിക്കുകയും കാര്യങ്ങളും പൊങ്കാലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇവിടുത്തെ വലിയൊരു നടന വിസ്മയത്തെക്കുറിച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കിന് ഞാൻ ഒരു തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ എന്തൊക്കെയോ മാങ്ങാ തേങ്ങ വന്ന് പറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇതേ ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർ ഇങ്ങനെയായിരുന്നില്ലേ, അവരങ്ങനെയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നത്. കാരണം എന്താ, ട്രെൻഡിങ് നടക്കുന്ന സാധനമാണ്. കാരണം 24/7 ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത്രയും വലിയ പ്രശ്നമായതുകൊണ്ട്. ഓക്കെ, ഇനി ഇത് വീഡിയോയിലോട്ട് തുടർന്ന് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു പെൺകുട്ടിയാണ്. അവളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മിസ് ദാറ്റ് സ്റ്റേറ്റായി. ഞാൻ ആ ഒരു സ്റ്റേറ്റിൻ്റെ പേര് കാര്യങ്ങൾ പറയാത്തത് എന്നെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ആരാണെന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് പറയാത്തത്. അപ്പോൾ ഇവളുടെ അടുത്ത് നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മ്യൂസിക് ഡയറക്ടർ ഓർ മ്യൂസിക് കമ്പോസർ ആണെങ്കിൽ ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് ഇവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഓക്കെ, ആ ഒരു ആരാണ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാത്തതിൻ്റെ കാര്യം, അവളിതൊരിക്കലും റിയാക്ട് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കണമെന്നൊന്നും ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇവിടെ ഒന്നും വെളിപ്പെടുത്താത്തത്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. ഇവിടുത്തെ ഒരു പ്രമുഖ ആക്ടർ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടാണെങ്കിൽ മീഡിയാസൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞത് അത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പം അതിലൊന്നും അവരാണ് ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ കുറച്ച് മീഡിയാസിൻ്റെ മുന്നിൽ കുറേ മുടന്തൻ ന്യായങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, അതേ വ്യക്തിയുടെ ഒപ്പമാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു പെൺകുട്ടിയാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോയതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നടൻ്റെ ഒപ്പമുള്ള ഒരു ഡയറക്ടർ ഇവളുടെ അടുത്താണെങ്കിൽ റൂമിലോട്ട് വരാൻ വിളിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സംഭവം എന്താണ്, കൂടെ കിടക്കാൻ വിളിച്ചാണ്. അവൾ പോയില്ല. അവൾ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു വ്യക്തിയല്ല ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നേരെ ഇറങ്ങാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതറിയാവുന്ന നടന്മാർ തന്നെ ഒന്നും അറിയത്തില്ലേ രാമനാരായണ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് തിലകൻ സാറിന് പറയാനുള്ള അന്ന് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ഞാൻ പ്ലേ ചെയ്യാം. അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിക്കുന്നു പറയരുത്, ഞാൻ പറയുന്നുണ്ട്. അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു. അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോട്. പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്, ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്റ്റ് ചെയ്തു. ഇനി പറയാം, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ത് സംഭവിച്ചു. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്നു ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. നമ്മുടെ ദിലീപേട്ടനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ശത്രുതയുടെ കാരണം എന്താണെന്നുള്ളത് ദിലീപേട്ടൻ തന്നെ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൂടെ ഇവിടെ പ്ലേ ചെയ്യാം. മമ്മൂക്ക കരഞ്ഞുപോയി പ്രസംഗിച്ച്. അപ്പോൾ തിലകേട്ടൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഇത് കള്ളക്കണ്ണീരാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ആരും ഇങ്ങനെ മിണ്ടാതിരിക്കുക, പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് തിലകൻ്റെ അടുത്ത് നിന്ന് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളുടെ സിനിമയിൽ 1-2 സിനിമ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങൾ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ തെറ്റ് ചെയ്തു. അതിനെ ആ വലിയ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ തിലകൻ എന്നെ അടിമുടി നോക്കിയ നോട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ കൈ പോലും, കാരണം എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു റീസണായിട്ട് അന്ന് ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ തിലകൻ സാറിൻ്റെ ഒരു വശം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അന്ന് ഇപ്പം പറയാനാണെങ്കിലും അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. അപ്പം ഇനി ബാക്കി എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യം കൊണ്ട് നമുക്ക് കേൾക്കാം. ഞാൻ എൻ്റെ ഒരു മകന്റെ സ്ഥാനത്ത് വെച്ചു സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പോകുന്നു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ പ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എൻ്റെ 25 ദിവസമാണ് മേടിക്കുന്നത്.
പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശത്ത് നടന്നില്ല. അതിന് സുബേർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സ് സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കാൻ തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുന്നത് 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ്നാടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കുന്നത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരിക്ക് താഴെ പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബേർ എന്നെ മാറ്റി? ഞാൻ സുബേറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബേറെ? സുബേറിനോട് പറഞ്ഞത്, ചേട്ടാ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ ചാരണി അവരൊന്നും അത് പിന്നെ ഫെഫ്ക അമ്മയൊന്നും പറഞ്ഞില്ല, അമ്മയൊന്നും പറഞ്ഞില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബേറിനോട് ചോദിച്ചു, ഇവർക്ക് എന്ത് കാര്യം പറയാൻ, ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവിടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന് പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന ക്യാപ്റ്റൻ രാജു ആണെങ്കിലും മാളാരവിന് അവരെപ്പോലുള്ള വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് അവരുടെ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് അവരുടെ സിനിമകൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊരു ഈ പറയുന്ന വലിയ ആ ഒരു സ്റ്റാർ, ആ ഒരു സൂപ്പർ സ്റ്റാർ ആരാണെന്നുള്ളത് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ, അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മമ്മൂക്കയാണ്. അപ്പം മമ്മൂക്കയാണെങ്കിൽ മറ്റൊരാളെ അഭിനയിക്കാനെ കൊണ്ട് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സമ്മതിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നടന്മാർ അല്ലെങ്കിൽ ഈ നടിമാർ ഇതൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമുക്ക് ഊഹാപോഹങ്ങൾക്കനുസരിച്ച് നമുക്ക് ആരെ വേണമെങ്കിലും ബ്ലെയിം ചെയ്യാം. ഇപ്പം മമ്മൂക്കയാണെങ്കിൽ, ലാലേട്ടനാണെങ്കിൽ, വലിയ വലിയ സ്റ്റാർസ് ആരൊക്കെയാണോ അവരെയൊക്കെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം ഇത് ആരൊക്കെയാണ് ഈ നടന്മാരെന്നൊക്കെ പുറത്തോട്ട് വിട്ടേ മതിയാകുള്ളൂ. പത്മപ്രിയ എന്ന് പറയുന്ന നടിയെ ഒരു സംവിധായകൻ ആ പിന്നെ ലൊക്കേഷനിൽ അവിടെ ക്യാമറ ബ്ലോക്കിൽ വെച്ച് തല്ലിയെന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ലിയപ്പോൾ ആ യൂണിറ്റിലുണ്ടായിരുന്ന ആരും അതിനെതിരായി പ്രതികരിച്ചില്ല. നല്ല സ്വഭാവമാണോ? ഞാനുണ്ടായിരുന്നു, ഞാൻ പ്രതികരിച്ചത്, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ സംഭവിച്ചല്ലോ അത് തന്നെ. പത്മപ്രിയ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് അവസാനമായിട്ട് അഭിനയിച്ച സിനിമകളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കണ്ടൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇത്രയും എന്താ പറയുക, ഈ ഒരു ആക്ട്രസിനെ അവിടെ വെച്ചിട്ട് ഒരു ഡയറക്ടർ, നിങ്ങൾ 4 സെക്കൻഡ് ഒരു ലേഡിയാണ്, അപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ, ഏത് വലിയ ഗുണാണ്ടർ ആയിക്കോട്ടെ, മുഖത്ത് തല്ലുക എന്ന് പറയുമ്പം അതും കണ്ടുകൊണ്ട് മിണ്ടാതെ പഞ്ചപുച്ച അടക്കിയിരുന്ന ആൾക്കാരായിരുന്നു ആ ഒരു യൂണിറ്റിലുണ്ടായിരുന്നത്. ഇതിനൊന്നും പ്രതികരിക്കാൻ അവിടുത്തെ ഒരു നടന്മാരോ കാര്യങ്ങളൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. അന്നും ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് തിലകൻ സാർ മാത്രമായിരുന്നു. ഓക്കെ, പിന്നെ ശ്രീനാഥ് എന്ന് പറയുന്ന അന്നത്തെ പണ്ടത്തെ ഒരു ആക്ടർ, ഞാനിവിടെ ഫോട്ടോ സൈഡിലോട്ട് വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആരാണെന്നുള്ളത് മനസ്സിലാകാൻ പറ്റും. അപ്പം ഇദ്ദേഹമാണെങ്കിൽ അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്ത ഒരുപാട് ഊഹാപോഹങ്ങൾ നിറഞ്ഞിരുന്നതായിരുന്നു. അതായത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള രീതിയിലൊക്കെ. അന്ന് ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിൽ തിലകൻ സാർ പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ട്, അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് പുറത്ത് പറഞ്ഞാൽ? ചേട്ടാ, നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിലെ പോട്ടെ, അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞവിടെ വന്നവർ, അതിലൊരാള് പൂജപ്പുരക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത്, ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു, മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ. എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം? അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ. മറ്റൊരു സംശയം എനിക്കുണ്ടായത്, കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ കോട്ടയത്താണ്, ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ്. എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത്? ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അതും ഫോറൻസിക്കിൽ. എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് തിലകൻ സാർ പറയുന്ന വലിയൊരു പോയിന്റ്. കോതമംഗലത്ത് വെച്ച് മരിച്ചിട്ടുള്ള ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ആലപ്പുഴയിലാണ്. അതായത് ആലപ്പുഴയിലാണെങ്കിൽ ഈ അമ്മ സംഘടനയുടെ ട്രഷറർ ആയിട്ടുള്ള വ്യക്തിയുടെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമില്ല, നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ വൈഫാണ്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല, കാര്യം ഇതിനകത്തൊരു മ്യൂസിക് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ട് ഒരു കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിതോടെ വെക്കുന്നില്ല. അപ്പം നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ വൈഫായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു മരണത്തിന് പിന്നിലുണ്ട്. അപ്പം അന്ന് ഞാനിത് റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അന്ന് ഷിക്കാർ എന്ന് പറയുന്നൊരു സിനിമയുടെ
സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ തന്നെ ക്ഷണിച്ചിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ളതായിരുന്നു. അപ്പം പിന്നീട് ഇദ്ദേഹം ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നീട് ആ ഒരു സിനിമയിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതൊന്നും താങ്ങാനാവാതെ പുള്ളിക്കും ഇതേപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ഇത് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഇതേ സിറ്റുവേഷനിലൂടെ തന്നെയായിരുന്നു നമ്മുടെ തിലകൻ സാറും കടന്നു പോയിട്ടുള്ളത്. പക്ഷേ തിലകൻ സാർ ആത്മഹത്യ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമായിരുന്നു വ്യത്യാസമുള്ളത്. അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള എത്ര ആളുകൾ ഇനി ഇത്രയും വലിയ തെറ്റുകൾക്കെതിരെയാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ തിലകൻ സാറിൻ്റെ മകൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്നീടുള്ള അനുഭവങ്ങൾ ഞാൻ ഇവിടോട്ടൊന്ന് പ്ലേ ചെയ്യാം. മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഓക്കെ, തിലകൻ സാറിൻ്റെ മകൾക്കാണെങ്കിൽ ഇതുപോലെ തിലകൻ സാറിൻ്റെ മരണശേഷം വന്നിട്ടുള്ള ഫോൺ കോൾസിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് സ്വന്തം മകളെപ്പോലെ കണ്ടിരുന്ന അത്രയും പ്രായമുള്ള വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ഒരു ലേഡി വളർന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഇതുപോലെ മാപ്പ് പറയാൻ എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിൽ റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചേച്ചിയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും ഇല്ല. എന്നിട്ടും അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന നടിമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരുപാട് നടിമാരുടെ അടുത്ത് ബാക്കിയുള്ള ആളുകൾ എങ്ങനെയൊക്കെയായിരിക്കും പെരുമാറുന്നത്? ഇനി ഇതിനെ പറ്റിയിട്ടെല്ലാം പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്ത് അത് സംഘടനകൾ എടുക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറെ കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ്, പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സ്ഥിതി തുടരുന്നു. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രോഗ്രാംസിനൊന്നും മിക്കവാറും പങ്കെടുക്കാറില്ല, കാര്യങ്ങൾക്കൊന്നും ആക്റ്റീവായിട്ട് നിൽക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്ക് അത് എന്തുകൊണ്ട് എന്നുള്ളൊരു വിയോജിപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. ജനറൽ ബോഡിയിൽ പങ്കെടുക്കില്ല, അത് പങ്കെടുക്കില്ല തന്നെയാണ്. അഭിനയ ജീവിതം നിർത്തേണ്ടി വന്നാലും പങ്കെടുക്കില്ല. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. ഓക്കെ, പറയാൻ പറ്റാത്ത, അപ്പം എന്താണ് അത് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള വേറൊരു വിഷ്വൽസിനകത്ത് അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇടവേളയ്ക്ക് ശേഷം സലാം കാശ്മീരിലൂടെ തിരിച്ചുവരവിനൊരുങ്ങുന്നതിനിടെയാണ് മമ്മൂട്ടിയുമായുള്ള പിണക്കം ആവർത്തിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. എന്നാൽ പിണക്കത്തിന്റെ കാരണം പറയാൻ അദ്ദേഹം തയ്യാറായില്ല. സുരേഷ് ഗോപിയുടെ പിണക്കത്തിന് കാരണം ഇതായിരുന്നു എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു കാരണം എഴുതും. അതൊന്നും അല്ല കാരണം. ആ കാരണം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തല്ലാനായിട്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിൽക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയത്തില്ല. അത് എൻ്റെ മാന്യതയായിരിക്കണം. ഞാൻ പറഞ്ഞ എൻ്റെ മാന്യതയ്ക്ക് ക്ഷതമേൽക്കും. ഓക്കെ, പറയാൻ പറ്റാത്ത കാരണങ്ങളാണ്. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ മമ്മൂക്കയെ പോയിട്ട് അടിക്കുന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. ഇപ്പം മമ്മൂക്ക കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ നടത്തിയെന്നോ അല്ലെങ്കിൽ അതുപോലത്തുള്ള വലിയ തെറ്റുകൾ നടത്തിയെന്നുള്ള അല്ല ഞാനും പറയുന്നത്. കാര്യം ഇങ്ങനെയുള്ള തെറ്റുകൾ കൺമുന്നിൽ കണ്ടിട്ടും മിണ്ടാതെ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഇവരങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ തന്നെയാണോ ആ ഒരു വ്യക്തികളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇത് ആരൊക്കെയാണെന്നുള്ള പേര് അവർ പുറത്തോട്ടാലും നമുക്ക് അറിയത്തുള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ ഇവരെയൊക്കെ ബ്ലെയിം ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് മമ്മൂക്ക പോലുള്ള വലിയ സ്റ്റാർഡമൊക്കെ ആണെങ്കിൽ ഇത്തരം തെറ്റുകൾ കൺമുന്നിൽ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചില്ല ഇപ്പം എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം ഇത് തന്നെയാണ് നമ്മുടെ തിലകൻ സാറാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇവിടുത്തുള്ള വലിയ സ്റ്റാർഡംസ് ആണെങ്കിൽ ബാക്കിയുള്ള ആളുകളെ സിനിമയിൽ അഭിനയിപ്പിക്കാതിരിക്കാനെ കൊണ്ട് ഒരുപാട് ശ്രമിച്ചു, അങ്ങനെയൊക്കെ അവർ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിന് ഇപ്പം മമ്മൂക്കൊക്കെ പങ്കുണ്ടോ അല്ലെങ്കിൽ അതൊക്കെയാണോ ഇപ്പോൾ സുരേഷായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനിയും 2 വർഷങ്ങൾക്ക് മുന്നേ വന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സുരേഷ് പറയുന്ന കാര്യങ്ങളോട് ഞാനിവിടെ പ്ലേ ചെയ്യാം. ആഴത്തിലുള്ളതാണ് സൗഹൃദങ്ങളുള്ളതെല്ലാം, ആഴത്തിലുള്ളതാണ്. ചിലതൊക്കെ ഉലയും. പക്ഷെ വളരെ ആഴത്തിൽ പതിഞ്ഞത് ഇപ്പം മമ്മൂക്കയുടെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നാൽ ഞാൻ മമ്മൂട്ടിയ എന്ന് പറഞ്ഞ ആരെങ്കിലും എനിക്ക് ഫോൺ തന്നാൽ ഞാൻ എഴുന്നേറ്റ് നിന്നേ സംസാരിക്കും. ആ ആഴമുണ്ട്. പക്ഷെ ഉലച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതിന് ഞാൻ ഒരിക്കലും കാരണക്കാരനായിട്ടില്ല, കാരണക്കാരനാവുകയുമില്ല.
ഓക്കെ, മമ്മൂക്കയായിട്ടാണെങ്കിൽ ഒരുപാട് പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോൾ മമ്മൂക്ക വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇവർക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഗണേഷ് കുമാർ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ ഇവിടുത്തെ സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളെയും അഭിനയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി ഒന്നും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരും വിലക്കായിട്ട് എനിക്കറിയില്ല. ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നൊരു ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത്? ചാനൽ, നിങ്ങൾ ചാനലുകാർ തന്നെയല്ലേ? അത് തന്നെ എടുത്താൽ പോരെ. നമുക്കെങ്ങനെ വിലക്കാൻ പറ്റും? ചാനൽ ആവശ്യപ്പെടുകയാണ് ഇന്ന ആളുകൾ അഭിനയിക്കണം എന്നല്ലേ? നിങ്ങൾ അറിയാത്ത കാര്യമല്ലല്ലോ, ചാനലുകാർക്ക് അറിയാമല്ലോ ആരെയൊക്കെ വേണം, നമുക്ക് ആർക്കാണ് മാർക്കറ്റുള്ളത്, ആരെ വെച്ച് ഈ പടം ഈ സീരിയൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ചാനലുകാരല്ലേ, ഞങ്ങളല്ലല്ലോ. ഇങ്ങനൊരു മറുപടി ഗണേഷ് കുമാർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെല്ലാവരും ഈ അരി വേവിച്ച് തന്നെ തിന്നുന്നത്, അല്ലാതെ അരി പച്ചക്കല്ല തിന്നുന്നത്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഇതുപോലെ ആത്മ എന്ന് പറയുന്നൊരു സംഘടനയുടെ സെക്രട്ടറിയോ കാര്യങ്ങളൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ പ്രസിഡന്റോ ഇത് ആരാണെങ്കിലും ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല ആളുകളെ അഭിനയിപ്പിക്കാതിരിക്കാൻ പറ്റുമെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടെന്നും സാമാന്യ ബോധമുള്ള ആളുകൾക്കറിയാം. ഓക്കെ, പിന്നെ ഇത് ചാനലാണ് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ ചാനൽസിലും ഇല്ലേ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഈ ബിഗ് ബോസ് സീസൺ ഇറങ്ങിയ ടൈമിൽ ഈ റീസെൻ്റ്ലി തന്നെ എത്രയോ ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ എത്രയോ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഈ പറയുന്ന ആളുകളെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയരുത്. കാര്യം ഈ ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു സിനിമയില്ല ശ്രീനിവാസൻ സാർ അഭിനയിച്ചിരുന്നത്, ആ ഒരു സിനിമയ്ക്കകത്തിൽ ഇപ്പം ശ്രീനിവാസൻ സാറാണോ ആരോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടാണ്. അതൊരിക്കലും ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂ അല്ല, ഏതൊരു വിഷ്വൽസിനെ ഞാൻ കണ്ടതാണ്. അത് ഒരിക്കലും ഈ പറയുന്ന പോലെ ലാലേട്ടനെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. കൂടുതലും ഭാഗങ്ങളും മമ്മൂക്കേനെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പരാമർശിച്ച് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. ഓക്കെ, അപ്പം ആ ഒരു സിനിമയ്ക്കകത്തുള്ളൊരു സാധനമുണ്ട്. ഇതുപോലെ മറ്റൊരു സിനിമയിലേക്ക് അഭിനയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുറന്ന് ഗുണ്ടകളെയൊക്കെ വിടുന്നു, അങ്ങനെ അലങ്കോലമാക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് അതേപോലെയുള്ള സിറ്റുവേഷൻസ് ഈ പറഞ്ഞ സീരിയൽ രംഗത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇവിടെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആളുകൾക്കും ഇതറിയാം. ഓക്കെ, ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത സാധാരണ പ്രേക്ഷകരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പിന്നെ ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ ഇത്രയും വലിയൊരു കോൺഫിഡൻസോടെ വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ട് നിങ്ങളിവിടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന യൂത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മാങ്ങാ തേങ്ങ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഭരണത്തിൽ കയറി അന്ന് തൊട്ട് ഇപ്പം നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഒരു അഭിനയമാണെന്നും ഒരു മുഖംമൂടിയാണെന്നും വളരെ കൃത്യമായിട്ട് ഇവിടെയുള്ള പല ആളുകൾക്കും അറിയാം. കാരണം ഇവിടെ ഒരു പർട്ടിക്കുലർ ലേഡി ഇന്ന് മരണക്കിടക്കയിൽ കിടക്കണം, ആരെന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പർട്ടിക്കുലർ ലേഡി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അത് താങ്കളുടെ ഒരു ഡ്രൈവർ ത്രൂ കൊടുത്തിട്ടുള്ളൊരു പോയിസൺ, താങ്കൾ വഴി കൊടുത്തിട്ടുള്ളൊരു പോയിസൺ കാരണമാണ് ഇങ്ങനൊരു മരണക്കിടക്കയിൽ കിടക്കുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ എവിടെയൊക്കെയോ കേട്ടു. ഓക്കെ, സത്യമാണെന്നല്ല, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അതിൻ്റെയൊക്കെ സത്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഈ ഒരു കോൺഫിഡൻസും താങ്കൾ ഇപ്പോൾ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നു, താങ്കളുടെ ഒരുപാട് സത്യങ്ങൾ പുറത്ത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി ഇനി ഒരു സിനിമയിലേക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കൂടെ കിടന്നു കൊടുത്താൽ മാത്രമേ പറ്റൂ എന്നുള്ള ഈ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ മാറിയേ പറ്റുള്ളൂ. കാര്യം ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാറിയേ പറ്റുള്ളൂ. കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ്റെ 2 സുഹൃത്തുക്കളുടെ അനുഭവം, അതുപോലെ എത്ര ആളുകളുടെ അനുഭവങ്ങളുണ്ട്. കാരണം കൂടെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് സിനിമയിൽ അഭിനയിപ്പിക്കുക, ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ. അതേപോലുള്ള ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഒമർ ലുലു കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ പീഡന കേസ് കാര്യങ്ങളൊക്കെ, അതൊക്കെ തേഞ്ഞു മാഞ്ഞ് കാര്യങ്ങളൊക്കെ പോയി. സിനിമയിലുള്ളവർക്ക് പവർ, മണി, ഈ സാധനങ്ങളുള്ള ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഒഴുകി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അതുകൊണ്ട് സിനിമയിൽ ഇനി നിങ്ങൾ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളടുത്ത് ഇങ്ങനെ കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ മുഖത്തെടുത്ത് അടിക്കുക, ചെകിടത്തടിക്കുക. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ പുറലോകത്തോട്ട് വിളിച്ച് പറയാം, ഇന്നൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പുറലോകത്തോട്ട് അറിയിക്കുക. നിങ്ങൾ ഇവന്മാരൊക്കെ അറിയട്ടെ, ഇവന്മാരൊക്കെ ആരാണെന്നുള്ളതൊക്കെ ഈ കള്ളന്മാരൊക്കെ വെളിച്ചത്തോട്ട് വരട്ടെ.